1498 കാലിക്കറ്റിലാണ് ഗാമ വരുന്നത്. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഈ നെറ്റുള്ളൂ. 5 പേര് അല്ലെങ്കിൽ 10 പേരുടെ ഹാൻഡ് പവറാണ്. അതിനുശേഷമാണ് ദിസ് ഓൾഡ് പാർട്ട് ഓഫ് കൊച്ചിൻ നോൺ ആസ് ഫോർട്ട് കൊച്ചി. ഓൾഡ് പാർട്ട് ഓഫ് കൊച്ചിയിൽ ആദ്യം പോർച്ചുഗീസുകാർ വരുന്നുണ്ട്. മുസ്ലിംസിലെ ട്രേഡെല്ലാം അറബികളുടെ കയ്യിലായി കഴിഞ്ഞപ്പോൾ ആ ചൂഷണിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഡോണോ മാനുവൽ ഫസ്റ്റ്. ഹി വാസ് അപ്പോയിൻറ്റഡ് വാസ്കോ ഡ ഗാമ ടു ഫൈൻഡ് ഔട്ട് എ സീ റൂട്ട് ടു ഇന്ത്യ. ദെൻ 3 കപ്പലുകളിലായിട്ട് ഗാമ വരികയാണ്. ഗാമ യാത്ര ചെയ്ത കപ്പലിൻ്റെ പേരാണ് സാവോ ഗബ്രിയൽ. 1498 കാലിക്കറ്റിലാണ് ഗാമ വരുന്നത്. അന്ന് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു കാലിക്കറ്റിന്. ബിക്കോസ് പുതിയ ഒരു വ്യാപാര രംഗം തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. പോർച്ചുഗീസുകാർ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളും എല്ലാം മേടിച്ച് കഴിയുമ്പോൾ ഒരു തമാശ ഇതിനിടയ്ക്ക് സംഭവിച്ച് അവരൊപ്പം കുറേ സ്പൈസസ് പ്ലാന്റ്സും ചെടികളും ബോട്ടിൽ കയറ്റിയപ്പോൾ നാട്ടുകാർ അല്ലെങ്കിൽ പ്രജ രാജാവിൻ്റെ പ്രജ രാജാവ് സാമൂതിരിനെ ഉണർത്തിച്ച് രാജാവ് നമ്മുടെ കച്ചവടമെല്ലാം ഇന്നത്തോട് നഷ്ടപ്പെട്ടു പോയി, ഇവരെല്ലാം കൊണ്ടുപോകണമല്ലോ എന്ന് പറയും. അപ്പോൾ രാജാവ് ചിരിച്ചിട്ട് പറഞ്ഞു, സ്പൈസ് പ്ലാന്റേഷൻ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും, ചെടികൾ കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ കാലാവസ്ഥ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറയും. ഇങ്ങനെ രണ്ടാമത്തെ ഗാമയുടെ 4 കൊല്ലത്തിനുള്ള ശേഷം സെറ്റിൽ ചെയ്യുന്ന കൊച്ചി. അവർ കൊച്ചിയിൽ 1502 വന്നു. 1503 അവരൊരു ഫോർട്ട് പണിതു, ഫോർട്ട് എമാനുവൽ. അതിനുശേഷമാണ് ദിസ് ഓൾഡ് പാർട്ട് ഓഫ് കൊച്ചിൻ നോൺ ആസ് ഫോർട്ട് കൊച്ചി. Later British and the Dutch destroyed the old one. Now only we can see a small piece of cannon. That's a facing to Arabian Sea. So അതിൻ്റെ പഴയ ഭാഗങ്ങളാണ് ഇപ്പോൾ ഫോർട്ട് മാനുവൽ ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബാസ്റ്റിൻ ബംഗ്ലാവ് എന്ന് അറിയപ്പെട്ട് കേരള ഗവൺമെൻറ് ഒരു മ്യൂസിയം വരുന്നുണ്ട്. അതിനിപ്പുറത്താണ് വാസ്കോ ഡ ഗാമ സ്ക്വയർ. ദെൻ ആദ്യത്തെ നാവിഗേറ്ററായിരുന്നു യൂറോപ്യൻ നാവിഗേറ്ററായിരുന്നു. ആഫ്രിക്ക വഴി ഗാമ ആഫ്രിക്കയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറയണേ. എന്ന് വെച്ചാൽ മൺസൂണിനെ കണ്ടിട്ടാണ് കപ്പൽ ഓടിച്ചിട്ട് കാലിക്കറ്റിലേക്ക് ഗാമ വരുന്നത്. പിന്നീട് കാണുന്ന ഈ ചീനവലകളെല്ലാം 13-ാം നൂറ്റാണ്ടിൽ തുറമുഖം ഉണ്ടായിക്കഴിയുമ്പോൾ ചൈനീസ് ട്രേഡേഴ്സ് ദേ കെയിം ഫ്രം ദ കോർട്ട് ഓഫ് കുംബ്ലൈ ഖാൻ. അവരാണ് ഈ നെറ്റിവിടെ ഉപയോഗിച്ചാൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഈ നെറ്റുള്ളൂ. ഈ നെറ്റുകളെല്ലാം ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നെറ്റുകളാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് സിംഗിൾ മാൻ ഓപ്പറേഷൻ നെറ്റ്. ഇവിടുത്തെ നെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് അവർ ഹൈ ടൈഡിൽ ലോ ടൈഡ് വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും മാത്രമേ അവർ ഓപ്പറേറ്റ് ചെയ്യൂ. സോ 6 മണിക്കൂർ വേലിയേറ്റുണ്ടെങ്കിൽ 6 മണിക്കൂർ തരുള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ട് രാത്രി ലൈറ്റ് ഇട്ട് വരെയും അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വേറെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഇതിനകത്ത് സംബന്ധിച്ചിട്ടില്ല. 5 പേര് അല്ലെങ്കിൽ 10 പേരുടെ ഹാൻഡ് പവറാണ്. 200 ടൈമിൽ അറ്റ് എ ടൈം ദേ പുൾ ദ നെറ്റ്. പിന്നെ ആ കല്ലുകളെല്ലാം 500-1000 കിലോ ബാലൻസ് ഉള്ള കല്ലുകളാണ് ഈ പറഞ്ഞ പോലെ. തേക്കും തടിയിലാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം വന്നേക്കുന്നത് തേക്ക് കിട്ടാണ്ടും വില കൂടിയതിൻ്റെ കാര്യത്തിൽ അവരിപ്പോൾ അയൺ പോളാണ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് അവർ പിടിക്കുന്ന മീനിൻ്റെ പേര് കണമ്പാണ്. അതിന് ഷെയറിംഗ് ആണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അത് വിൽക്കുന്നത്. ഇതാണ് കൊച്ചിയുടെ ഹെറിറ്റേജ് ഗ്രീനറി. ഇത് പോർച്ചുഗീസുകാർ ബ്രസീലിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരങ്ങളുള്ളത്. ബ്രസീലിൽ നിന്ന് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത് ഇത് റെയിൻ ട്രീ ഓർ മെയ് ഫ്ലവർ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ ടൈമിൽ പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ ഇത്തിക്കണ്ണി പോലത്തെ വളരും. മൺസൂൺ കഴിയുമ്പോൾ മരം ഒരു റോസ് കളർ പൂവുണ്ടാവും. മെയ് ഫ്ലവർ റെയിൻ ട്രീ എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ഫോർട്ട് കൊച്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ മരത്തിൻ്റെ പ്രസൻറ്റും റോഡ് സൈഡിലും നമുക്ക് ഈ മരത്തിൻ്റെ പ്രത്യേകതകളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നേരത്ത് വലിയ തേനീച്ച കൂടുകളുടെ അതുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടാകും.